is there to help us. No one is there to get us justice. It's not a matter of $1 or $2. We had spent around about $17,765 was my fees. My family won't have $1,000 in their bank just because of me. All they earned, they had spent on me. I feel I have been cheated. We are not for sale. 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 ഇന്റർനാഷണലി ക്വാളിഫൈഡ് നഴ്സസിന്റെ രജിസ്ട്രേഷനിൽ ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിൽ നടത്തിയ പുതിയ നിയമമാറ്റം നൂറുകണക്കിന് ഇന്ത്യൻ നഴ്സുമാരുടെ ജീവിതമാണ് ഇരുട്ടിലാക്കിയിരിക്കുന്നത്. തങ്ങളോടുള്ള വിവേചനം അവസാനിപ്പിക്കണമെന്നും വൻ തുക മുടക്കി ന്യൂസിലാൻഡിൽ എത്തിച്ചേർന്ന തങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടാനുള്ള നടപടികൾ ന്യൂസിലാൻഡ് ഗവൺമെന്റ് ഇടപെട്ട് നടത്തിത്തരണമെന്നും ആവശ്യപ്പെട്ട് ന്യൂസിലൻഡിന്റെ പാർലമെന്റായ ബീഹവിന് മുൻപിൽ ഇന്ത്യൻ നഴ്സുമാർ 3 മണിക്കൂർ നീണ്ടുനിന്ന സമാധാനപരമായ പ്രക്ഷോഭം നടത്തി. ലേബർ പാർട്ടി നേതാവും ഹാമിൽട്ടൺ, പാമേഴ്സൺ നോർത്ത്, റോട്ടറുവ എന്നീ പ്രദേശങ്ങളിലെ എംപിമാരും ഈ സമരത്തിന് തങ്ങൾ പിന്തുണ നൽകുമെന്നും ഇന്ത്യൻ നഴ്സുമാർക്ക് നീതി നടത്തി കിട്ടാൻ ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും ഉറപ്പു നൽകി. I would like to request the Nursing Council as well as the Ministry of Health to make a fair justice in regards to the nurses in New Zealand so that we can work and practice as a registered nurse. And as the rules has been changed with no due notices, it was been informed, and we would like to request the Nursing Council in regards to the changes made prior to the March 1st, 2012, and make a fair justice on we nurses. Don't try to fool us. We are also nurses. We are also nurses. We care for you. We care for you. Who care for us? Who care for us? ഇനി ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക്. 2012 മാർച്ചിൽ ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിൽ അവരുടെ രജിസ്ട്രേഷൻ നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നു. കൗൺസിൽ നടത്തുന്ന വിദേശ നഴ്സുമാരുടെ നഴ്സിംഗ് അസസ്മെന്റ് രീതിക്ക് മാറ്റം വരുന്നു. ഇതുപ്രകാരം ഇന്ത്യയിൽ നഴ്സിംഗ് പഠിച്ച പലരും ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിൽ മുന്നോട്ട് വയ്ക്കുന്ന ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻസ് തിരസ്കരിക്കപ്പെടുന്നു. ഇങ്ങനെയൊരു നിയമമാറ്റം വളരെ പെട്ടെന്ന് നടന്നതുകൊണ്ടും അധികൃതർ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്തവരെ ഈ കാര്യം നേരത്തെ അറിയിക്കാതിരുന്നതുകൊണ്ടും വളരെ വലിയ തുക മുടക്കി ബാങ്ക് ലോണും എടുത്ത് തങ്ങളുടെ ജീവിതം കരുപിടിപ്പിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന നഴ്സുമാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും തങ്ങൾക്ക് നീതി ലഭിക്കാൻ സമരമല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന അവസ്ഥ വന്നു ചേർന്നിരിക്കുകയുമാണ്. നമ്മളെല്ലാം നാട്ടിലെ വീടും കൂടും ഒക്കെ പണയം വെച്ചാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നേക്കുന്നത്. നമ്മുടെ എല്ലാം ആഗ്രഹം ഇവിടെ ഒരു നേഴ്സ് ആവുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്ത് ഉള്ള കാശ് മുഴുവൻ ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് നമ്മളിവിടെ വന്നു. അപ്പോൾ നേഴ്സുമാർ ഈ നേഴ്സിംഗ് കൗൺസിൽ ഇത്രയും നാളും നമ്മുടെ നേഴ്സുമാരെ ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു രാത്രി കൊണ്ട് നിയമം അവർ മാറ്റുമെന്ന് പറഞ്ഞു. മാർച്ച് 31 അവർ നിയമം മാറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ ആ മാർച്ച് 31 ആകുന്നതിന് മുമ്പ് തന്നെ 1 വർഷം മുമ്പ് വരെ അപ്ലൈ ചെയ്ത ആൾക്കാരുടെ ആപ്ലിക്കേഷൻ അവർ ഡിക്ലൈൻ ചെയ്തിരിക്കുകയാണ്. അത് പല ആൾക്കാരുടെയും ജീവിതം വഴിമുട്ടിച്ച് നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇവരെല്ലാം തന്നെ ഈ സമീപകാലത്ത് നഴ്സിംഗ് കൗൺസിലിൻ്റെ വികലമായ തീരുമാനങ്ങൾക്ക് ബലിയാടുകളായിരിക്കുകയാണ്. നമുക്കറിയാം, നാട്ടിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് ഇവിടെ ന്യൂസിലാൻഡിൽ ഈ നഴ്സിംഗ് കോഴ്സ് ചെയ്യുവാനായിട്ട് വന്നെത്തിയിരിക്കുന്നത്. അവരെല്ലാവരും തന്നെ ലോകത്തിലെല്ലാ സ്ഥലത്തും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നഴ്സുമാരാണ് നമുക്കിന്ന് കേരളത്തിലുള്ളത്. പക്ഷേ ന്യൂസിലാൻഡിൽ നഴ്സിംഗ് കൗൺസിൽ മാത്രം ഇവരെ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഈ സമീപകാലത്ത് സംഭവങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. Have you got a commitment from the Minister of Health to come and see you today? No, but he said he don't have any time to see us. We tried to get we tried to see some other MPs as well. They also said you are not the citizen of New Zealand. We are not PR holders. ഇനി നഴ്സുമാർ തങ്ങൾ എങ്ങനെ അവഗണിക്കപ്പെട്ടു എന്ന് വിശദീകരിക്കുന്നു. പുതിയ നിയമമാറ്റം ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിൽ പബ്ലിക്കിനെ നേരത്തെ അറിയിച്ചില്ല.
ഏതൊരു നിയമമാറ്റവും 3 മുതൽ 6 മാസം വരെയെങ്കിലും മുൻപ് ന്യൂസിലൻഡ് പോലുള്ള ഒരു രാജ്യത്ത് ജനങ്ങളെ അറിയിക്കാൻ ഈ അതോറിറ്റിക്ക് കടമയുണ്ട്. നിയമം മാറ്റാൻ ഏതൊരു അതോറിറ്റിക്കും അധികാരമുണ്ട്. എന്നാൽ ജനങ്ങളെ നേരത്തെ അറിയിക്കണമെന്ന് മാത്രം. നിയമമാറ്റത്തിന് ഒരുപാട് മുൻപ് അപേക്ഷിച്ചവരെയും പുതിയ നിയമമാറ്റത്തിന്റെ പേരിൽ തിരസ്കരിച്ചു. ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് 6 മുതൽ 8 മാസം വരെ എടുത്തു. ആപ്ലിക്കേഷൻ ഫീ വാങ്ങി. ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിൽ 3-year ഫുൾ ടൈം നഴ്സിംഗ് സ്റ്റഡി എന്ന് പുതിയ ക്രൈറ്റീരിയയിൽ പറയുന്നു. എന്നാൽ ഇന്ത്യൻ നഴ്സുമാർ 3 മുതൽ 4 വർഷം വരെ ഫുൾ ടൈം നഴ്സിംഗ് സ്റ്റഡി നടത്തുന്നവരാണ്. ലോകത്തിന്റെ മറ്റെല്ലാ സ്ഥലങ്ങളിലും തങ്ങൾ അംഗീകരിക്കപ്പെടുന്നു. എന്നാൽ ഈ പുതിയ നിയമത്തിന്റെ പേരിൽ ഇവിടെയില്ല. ഇത് തികച്ചും അനീതിയാണ്. ന്യൂസിലൻഡിൽ തന്നെ വന്ന് പഠിക്കുന്ന BNRN പോലെയുള്ള 1 വർഷത്തെ ഫുൾ ടൈം നഴ്സിംഗ് കോഴ്സുകൾ ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിൽ അംഗീകരിക്കുന്നില്ല. ഇങ്ങനെ അംഗീകാരമില്ലെങ്കിൽ എന്തിന് ഈ കോഴ്സുകൾ നടത്തുന്നു എന്ന് നഴ്സുമാർ ചോദിക്കുന്നു. We need Justice. Nursing Council CEO. Go back, go back. Nursing Council CEO. Go back, go back. Nursing Council CEO. Go back, go back. We are also nurses. We are also nurses. We want Justice. We want Justice. അവിടെ ഡിക്ലൈൻ ചെയ്യാൻ മെയിൻ കാരണം അതായത് നഴ്സിംഗ് കൗൺസിൽ ഓവർനൈറ്റ് അവരവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാറ്റി അവർ പുതിയ ക്രൈറ്റീരിയ ഇൻട്രൊഡ്യൂസ് ചെയ്തു. But they are not supposed to do so because New Zealand, in anywhere in the world, if any new rules or policies the government is going to change, they should inform the public or they should inform the people at least 4 months or 6 months before. We want Justice. We want Justice. We are cheated by Nursing Council. We are cheated by Nursing Council. We need Justice. We need Justice. We want Justice. We are cheated by Nursing Council. നമ്മുടെ ക്വാളിഫിക്കേഷൻ നമ്മുടെ നാട്ടിൽ വെച്ച് ചെയ്ത ക്വാളിഫിക്കേഷൻ ഇവിടുത്തെ റിക്വയർമെൻറ്റ്സുമായിട്ട് മീറ്റ് ചെയ്യുന്നില്ല. അവരുടെ പബ്ലിക് സേഫ്റ്റി അവർ ഫോക്കസ് ചെയ്ത് അതുകൊണ്ട് നമ്മുടെ ക്വാളിഫിക്കേഷൻ അവരുടെ ക്വാളിഫിക്കേഷനുമായിട്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. We are also nurses. We are also nurses. Don't try to fool us. Don't try to fool us. We are also nurses. We are also nurses. ന്യൂസിലൻഡിൽ വന്ന എല്ലാ നഴ്സുമാർക്കും രജിസ്ട്രേഷൻ ലഭിക്കാനുള്ള നടപടികളുമായി തങ്ങൾ മുന്നോട്ട് പോകുമെന്നും ഈ സമരം ഇതിന്റെ ഒരു തുടക്കം മാത്രമാണെന്നും തങ്ങൾക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ വലിയ സമരപരിപാടികൾ ഇതിന് തുടർച്ചയായി ഉണ്ടാകുമെന്നും നഴ്സുമാരുടെ പ്രതിനിധികൾ അറിയിച്ചു. വെല്ലിംഗ്ടണിൽ നിന്നും ന്യൂസ് ഡെസ്കിനു വേണ്ടി ക്യാമറാമാൻ ജോബിനോടൊപ്പം അനീഷ്.